മലയോര ഹൈവേയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു എന്ന വേദനാജനകമായ വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. ഏരൂർ തെക്കേവയൽ പ്രവീൺ വിലാസത്തിൽ 50 വയസ്സുള്ള പ്രകാശാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. അഞ്ചൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പ്രകാശ് ഓടിച്ചിരുന്ന സ്കൂട്ടർ എതിർ ദിശയിലെത്തിയ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയെ തുടർന്ന് ടിപ്പർ ലോറിയുടെ മുൻവശത്തെ ചക്രങ്ങൾ പ്രകാശിന്റെ ശരീരത്തിൽ കൂടി ഇറങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പ്രകാശിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെ പ്രകാശ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. നാളെ ഏരൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഏരൂരിലെ ബന്ധുവീട്ടിലെത്തിയ ശേഷം കൊട്ടിയത്തെ ഭാര്യ വീട്ടിലേക്ക് പോകവെയായിരുന്നു അപകടം ഉണ്ടായത്. സുനിതയാണ് ഭാര്യ. പ്രവീൺ, പ്രണവ് എന്നിവർ മക്കളാണ്. ടാപ്പിംഗ് തൊഴിലാളിയാണ് മരിച്ച പ്രകാശ്. വിഷുദിനത്തിൽ ബന്ധുവീട്ടിൽ എത്തി ബന്ധുക്കളെ കണ്ടു മടങ്ങവെയായിരുന്നു ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്.